ഹലോ. അപ്പൊ നമ്മള് ലൈറ്റിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. നമ്മൾ സ്പെറിക്കൽ മിറേഴ്സ് എന്താന്ന് പറഞ്ഞു. അതിന് മുൻപ് പ്ലെയിൻ മിറർ പറഞ്ഞു, അതിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. പിന്നെ സ്പെറിക്കൽ മിറേഴ്സ് രണ്ടെണ്ണം ഉണ്ട്. പിന്നെ സ്പെറിക്കൽ മിറേഴ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചു അല്ലേ. അത് കുറച്ച് അത് അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ഇനി പഠിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അത് പഠിച്ചു വെച്ചത് അല്ലേ. കോൺകേവ് കോൺവെക്സ് മിറേഴ്സ് പറഞ്ഞു. കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ കൺവേർജിങ് മിറർ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് ഡൈവേർജിങ് മിറർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി ലൈറ്റിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് പോവാം. സെക്കൻഡ് പാർട്ടില് ഇതൊരു ഡ്രൈ ചാപ്റ്റർ ആയിട്ട് നമുക്ക് തോന്നും ഇങ്ങനെ പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ. അങ്ങനെ നല്ല നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ തന്നെയാണ്. വലിയ വലിയ പാടൊന്നുമില്ല. ഒന്ന് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ പടങ്ങളൊക്കെ വരയ്ക്കാനും ഒന്ന് പഠിക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇനി നമ്മൾ എന്താണ്, ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. മിറേഴ്സ്, ഈ മിറേഴ്സ് ഒക്കെ ഇമേജസ് ഉണ്ടാക്കും. അപ്പൊ നമ്മൾ പ്ലെയിൻ മിററിൽ നമ്മുടെ ഇമേജിന്റെ പ്രോപ്പർട്ടി എന്താന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെയാണ് എന്ത്, നമ്മുടെ സ്പെറിക്കൽ മിറേഴ്സ് ഇമേജസ് ഉണ്ടാക്കും. അപ്പൊ ആ സ്പെറിക്കൽ മിറേഴ്സിന്റെ ഇമേജ് എങ്ങനെയാണ് വരയ്ക്കണത്, എങ്ങനെയാണ് അവർ കാണാൻ, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് പഠിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിന് കുറച്ച് മുന്നേ പഠിച്ചു വെക്കണം. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ നമ്മൾ അതിന്റെ ഇമേജ് വരയ്ക്കുമ്പോൾ നമ്മൾ അതിനെ റേ ഡയഗ്രംസ് എന്നാണ് പറയാം. അപ്പൊ ഈ റേ ഡയഗ്രംസ് വരയ്ക്കുമ്പോൾ ആ വരയ്ക്കുന്നതിന് മുൻപ് കുറച്ച് നിയമങ്ങൾ പോലത്തെ സംഭവങ്ങളുണ്ട്. നിയമങ്ങൾ നമുക്ക് പറയാനല്ല, അത് വരയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണിത്. ഓക്കെ. ഇപ്പൊ ഒരു ഒബ്ജക്റ്റിൽ ഒത്തിരി റേകൾ വന്ന് വീഴുന്നുണ്ടാവും. ഇപ്പൊ ഞാൻ എന്റെ ഇമേജ് വേണ്ട, ഒരു കുപ്പിയുടെ ഇമേജ് ആണ് എനിക്ക് ഒരു മിറർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കണ്ടേന്ന് വിചാരിക്കാം. ആ കുപ്പിയിലേക്ക് ഒത്തിരി റേസ് വരുന്നുണ്ടാവും. പക്ഷെ ആ റേസിനെ എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നോ രണ്ടോ രണ്ട് റേസ് കൺസിഡർ ചെയ്താൽ മതി. രണ്ട് റേ ഉണ്ടെങ്കിൽ അതിന്റെ ഇമേജ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് എങ്ങനത്തെ റേകളൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത് ഒരു റേ ഡയഗ്രം വരയ്ക്കുമ്പോൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോസ് പോലത്തെ 4 പഠിക്കുന്നത്. 4 റൂൾസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോക്കിയേ, എ റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന റേ, റിഫ്ലക്ഷന് ശേഷം എന്ത് സംഭവിക്കും? ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ പാസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പൊ ഒരു റേ വന്നു, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പാരലൽ ആണ്. പാരലൽ ആയിട്ട് അത് റിഫ്ലക്ഷന് ശേഷം ഏതിൽ കൂടെ കടന്നുപോയി? റിഫ്ലക്ഷന് ശേഷം അത് പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നുപോയി. അപ്പൊ ഇത് എന്ത് ടൈപ്പ് മിറർ ആയിരുന്നു? ഇതാണ് നമ്മുടെ കോൺകേവ് മിറർ. ഇതാണ് നമ്മളുടെ എന്ത് മിറർ? കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. അപ്പൊ കോൺവെക്സ് മിററിന്റെ കേസിൽ നമുക്ക് ഒരു പാരലൽ ആയിട്ടുള്ള റേ വന്നു, അത് റിഫ്ലക്ട് ചെയ്ത് പോയാൽ അത് ഡൈവേർജ് ചെയ്ത് പോയി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനെ നമ്മളൊന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് വരച്ചു കഴിയുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്നാണ് വന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഇവിടെയും എന്ത് സംഭവിക്കുകയാണ്? നമ്മൾക്ക് ആ സെയിം തന്നെ നമുക്ക് ഇവിടെയും പറയാം അല്ലെ. കോൺവെക്സ് മിററിന്റെ കേസിൽ അത് അപ്പിയർ ടു കം ഫ്രം എവിടെയാണ്? പ്രിൻസിപ്പൽ ഫോക്കസ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, പാരലൽ ആയിട്ട് വരുന്ന ആള് റിഫ്ലക്ട് ചെയ്തതിന് ശേഷം കടന്നു പോകുന്നത് ഏതിൽ കൂടെയാണ്? പ്രിൻസിപ്പൽ ഫോക്കസ്, നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിലുള്ള പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അതാണ് ആദ്യത്തെ നിയമം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നമ്മൾ എടുക്കുകയാണ്. രണ്ടാമത്തെ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എ റേ പാസിംഗ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്ന റേ, എ റേ പാസിംഗ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ്. നേരത്തെ പറഞ്ഞതിന് തിരിച്ചിട്ടേക്കാണ്. പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന റേ, കോൺകേവ് മിറേഴ്സിന്റെ കേസാണ് ഇവിടെ ഞാൻ ഡെഫിനിഷൻസിൽ ഇട്ടിട്ടുള്ളത്. കോൺവെക്സിന്റെയും കൂടെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം സിമിലർ ആണ്. പക്ഷെ കോൺവെക്സിൽ നമ്മൾ അപ്പിയർ ടു കം ഫ്രം എന്നാണ് പറയുക. കാരണം അതിൽ ഞാൻ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അവിടെ രേഖകളൊന്നും എവിടെ മീറ്റ് ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് തോന്നുകയാണ് അവിടെ നിന്നാ വരുന്നത് എന്ന്. അതുകൊണ്ടാണ് അപ്പിയർ ടു മീറ്റ് എന്ന് പറയുന്നത്. പക്ഷെ റൂള് നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പൊ എന്താണ് ഈ റേ പാസിംഗ് ത്രൂ പ്രിൻസിപ്പൽ ഫോക്കസ്? പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്ന റേ, ഒരു കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന റേ എന്ത് സംഭവിക്കുകയാണ്? അത് റിഫ്ലക്ട് ചെയ്തതിന് ശേഷം ഏതിൽ കൂടെ പോകുന്നത്? അത് കടന്നു പോകുന്നത് ഇതിൽ കൂടെ ആയിരിക്കും. നേരത്തെ പറഞ്ഞതിന്റെ എന്തോ സെന്റൻസിൽ തെറ്റുണ്ട്. റേ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ മിറർ ഓർ റേ വിച്ച് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് എ പ്രിൻസിപ്പൽ ഫോക്കസ്. കംപ്ലീറ്റ് അല്ല സെന്റൻസ്. ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് സംഭവിക്കും? ആഫ്റ്റർ റിഫ്ലക്ഷൻ അത് ഇതിൽ കൂടെ കടന്നു പോകുന്ന ഈ ഇമേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ആഫ്റ്റർ റിഫ്ലക്ഷൻ അത് പാരലൽ ആയിട്ട് എമർജ് ചെയ്യും. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് കടന്നു പോകും. അപ്പൊ എന്താണ്? പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന റേ റിഫ്ലക്ഷന് ശേഷം എങ്ങനെ പോവും? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് കടന്നു പോകും. ഓക്കെ. ഇവിടെ കംപ്ലീറ്റ് അല്ല സെന്റൻസ്. റേ പാസിംഗ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ ഓർ എ റേ വിച്ച് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ. നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് വിൽ എമർജ്
will emerge parallel to principal axis. ഇപ്പോഴാണ് സെന്റൻസ് കംപ്ലീറ്റ് ആയത്. A ray passing through the principal focus of a concave mirror after reflection will emerge പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പൊ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന റേ റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും കടന്നു പോകുന്നുണ്ടാവാം. അതാണ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത് നോക്കിക്കഴിഞ്ഞാൽ എ റേ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ. ഇനി സെന്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകുന്ന റേക്ക് എന്താ സംഭവിക്കണേ? എ റേ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് അലോങ് ദ സെയിം പാത്ത്. അത് കോൺവെക്സിന്റെ ആണെങ്കിലും കോൺകേവിന്റെ ആണെങ്കിലും സെന്റർ ഓഫ് കർവേച്ചറിലൂടെ വരുന്ന റേ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ തന്നെ തിരിച്ചു പോകും. അതാണ് ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണുന്നത്. സെന്റർ ഓഫ് കർവേച്ചറിലൂടെ വരുന്നു, സെന്റർ ഓഫ് കർവേച്ചറിൽ ആഫ്റ്റർ റിഫ്ലക്ട് ചെയ്തതിനു ശേഷം അതിൽ കൂടെ തന്നെ തിരിച്ചു പോകുന്നു. രണ്ടാമത്തെ കേസിൽ നോക്കി നോക്ക്. കോൺവെക്സിന്റെ കേസിൽ സെന്റർ ഓഫ് കർവേച്ചറിന് ആ ഡയറക്ഷനിലാണ് ആ റേ വരുന്നത്. അത് ഏത് ഡയറക്ഷനിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്? അതേ ഡയറക്ഷനിൽ തന്നെ അത് തിരിച്ചു പോവാണ്. ഓക്കെ, ഡയറക്ഷനിൽ വരുന്നു, അതേ ഡയറക്ഷനിൽ തന്നെ അത് തിരിച്ചു പോവാണ്. ഇനി അടുത്ത റൂൾ എന്ന് പറയുന്നത് എ റേ ഇൻസിഡന്റ് ഒബ്ലിക്കലി. ഒബ്ലിക്കലി എന്ന് പറയുന്നത് ചെരിഞ്ഞ് പതിക്കുന്ന റേ. ചെരിഞ്ഞാണ് വീഴുന്നതെങ്കിൽ നമ്മുടെ പോളിനെ വെച്ച് നോക്കുമ്പോൾ അത് റേ ചെരിഞ്ഞാണ് വീഴുന്നതെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്ത് പോകുമ്പോഴും ചെരിഞ്ഞ് തന്നെ പോകും. എങ്ങനെയും കൂടി ആയിരിക്കും ആ ആംഗിള്, അത് വീഴുന്ന ആംഗിള് ഐ ആന്ന് വിചാരിക്കാം. ഓക്കെ, വീഴുന്നത് ആംഗിൾ ഐയിലാന്ന് വിചാരിക്കുക, തിരിച്ചു കടന്നു പോകുന്നത് ആംഗിൾ ആറിലാന്ന് വിചാരിക്കാം. ഈ ആംഗിൾ ഐ വിൽ ബി ഈക്വൽ ടു ആംഗിൾ ആറായിരിക്കും. ഓക്കെ, അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഒരു റേ ചെരിഞ്ഞ് വീഴാണ്. ആരുടെ ഏത് പോയിന്റിലേക്കാണ് ചെരിഞ്ഞ് വീഴുന്നത്? നമ്മുടെ പോളിലേക്കാണ് ചെരിഞ്ഞ് വീഴുന്നത്. അപ്പൊ അത് ചെരിഞ്ഞ് വീഴുമ്പോൾ തിരിച്ച് അതുപോലെ തന്നെ അത് ചെരിഞ്ഞ് തന്നെ ആയിരിക്കും റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആയിരിക്കും. രണ്ട് കേസിലും. ഇവിടെ കോൺവെക്സിന്റെ കേസിൽ നോക്കിയാലും അങ്ങനെ തന്നെ. ഒരു വേ വരുന്നു, അത് ചെരിഞ്ഞ് വീഴാണ്, അപ്പൊ ആംഗിൾ ഐ ആയിരുന്നു. തിരിച്ച് റിഫ്ലക്ട് ചെയ്യുമ്പോൾ അത് ആംഗിൾ ആറിൽ റിഫ്ലക്ട് ചെയ്യാണ്, ചെരിഞ്ഞ് തന്നെ അത് റിഫ്ലക്ട് ചെയ്ത് പോവാണ്. അപ്പൊ ഈ 4 റൂൾസ് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഇനി വരുന്ന ഇമേജ് ഫോർമേഷന്റെ റേ ഡയഗ്രാംസ് നമുക്ക് നല്ല എളുപ്പത്തിൽ മനസ്സിലാവും. ഇനി ഇമേജ് ഫോർമേഷൻ കോൺകേവ് മിററിന്റെ കേസ് ഞാൻ എടുക്കാം കേട്ടോ. കോൺകേവ് മിറർ ആയിരുന്നു നമ്മളുടെ ഏത് മിറർ? കൺവെർജിങ് മിറർ. അപ്പൊ ഇവിടെ കുറച്ച് എന്താ പറയാ ടേബിളിൽ കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കത് എന്താണെന്നൊന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഇമേജ് വെച്ച് പഠിക്കാം. ഇപ്പൊ നിങ്ങൾ നോക്കി നോക്ക്. ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ആണ് ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ കോളത്തിൽ എന്താ കൊടുത്തിട്ടുള്ളത്? ഇമേജിന്റെ പൊസിഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തതിൽ ഇമേജിന്റെ സൈസ് എങ്ങനെയായിരിക്കും? ഒരു കോൺകേവ് മിറർ വെച്ചിട്ട് രൂപപ്പെടുന്ന ഇമേജുകളുടെ സൈസ് എന്തോരൊക്കെ ആയിരിക്കും എന്നാ പറഞ്ഞിരിക്കണേ. പിന്നെ നേച്ചർ, അവരുടെ നേച്ചർ എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുറേ ദൂരെ നമ്മൾ വെക്കണ പൊസിഷൻ ആണ്. ഇപ്പോൾ സപ്പോസ് ഇതൊരു കോൺകേവ് മിറർ ആണ്, എന്റെ വരയൊന്നും പെർഫെക്റ്റ് അല്ല, കോൺകേവ് മിറർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ വളരെ അകലെയാണ് നമ്മൾ വെക്കുന്നത്. ഇവിടെ ഒത്തിരി അകലെ വെക്കുന്നത്. ഞാനൊരു സണ്ണിനെയും മൂണിനെയും ഒക്കെയാണ് നോക്കുന്നതെന്ന് വിചാരിക്കുക കോൺകേവ് മിറർ യൂസ് ചെയ്തിട്ട്. അപ്പൊ ഞാൻ എന്റെ ഒബ്ജക്റ്റിനെ ഇവിടെ വെച്ചു. അപ്പൊ നമുക്കറിയാം അകലെയുള്ള ഇമേജ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഡോട്ടഡ് ലൈൻസ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ഡോട്ടഡ് ലൈൻസ് തന്നെ വെച്ച് ഞാൻ അതിനെ റെപ്രസെന്റ് ചെയ്യാണ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ വെച്ചിട്ടുള്ള ഒബ്ജക്റ്റ്. അപ്പൊ എന്റെ ഒബ്ജക്റ്റ് ഇതാണ്. ഒബ്ജക്റ്റിനെ ഞാൻ എവിടെ വെച്ചിട്ടുള്ളത്? ഇൻഫിനിറ്റിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇൻഫിനിറ്റിയിൽ വെച്ചിട്ടുള്ള ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഇമേജ് കോൺകേവ് മിറർ യൂസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് എവിടെയാ ഫോം ചെയ്യുക? ഫോക്കസിലാണ് ഫോം ചെയ്യുക. ഇതിന്റെ ഫോക്കസ് എവിടെയായിരിക്കും? ഫോക്കസ് ഇവിടെ ആയിരിക്കും. ഈ ഫോക്കസിലായിരിക്കും എന്ത് ഫോം ചെയ്യുന്നുണ്ടാവുക? ഇമേജ് ഫോം ചെയ്യുന്നുണ്ടാവുക. ഇനി ഇമേജിന്റെ സൈസ് എങ്ങനെയായിരിക്കും? ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് ഹൈലി ഡിമിനിഷ്ഡ് ആൻഡ് പോയിന്റ്, വളരെ മങ്ങിയതും പോയിന്റ്, ഒരു കുഞ്ഞു പോയിന്റ് എങ്ങനെയായിരിക്കും ആ സൈസ്? ഇതൊരു പോയിന്റ് ആണെങ്കിൽ, ഇവിടെ ഒരു പോയിന്റ് കണ്ടില്ലേ നിങ്ങൾ? ആ പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റ് സൈസിലായിരിക്കും എന്തുണ്ടാവുക? ഇമേജ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേച്ചർ എങ്ങനെയാണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. റിയൽ ആയിരിക്കും ഇമേജ്. റിയൽ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ ഒരു ഇമേജ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻവേർട്ടഡ് ആയിരിക്കും, തല കുത്തനെയുള്ള ഇമേജ് ആയിരിക്കും. നേരെയുള്ളതല്ല, തല കുത്തനെയുള്ള ഇമേജും ആയിരിക്കും നമുക്ക് കിട്ടണ്ടാവുക. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ബിയോണ്ട് സി. ബിയോണ്ട് സി എന്ന് പറഞ്ഞാൽ സിയിൽ നിന്നും അകലെ. നമുക്കറിയാം സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും അല്ലെ. ഇവിടെ സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവും. ഈ സെന്റർ ഓഫ് കർവേച്ചറിന് അകലെയായിട്ട് ഇവിടെ ഒരു പൊസിഷനിലാണ് ഞാൻ എന്റെ ഒബ്ജക്റ്റിനെ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു പൊസിഷനിൽ ഞാൻ ഒബ്ജക്റ്റിനെ വെച്ചു. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എഫ് ആൻഡ്
ആൻഡ് സി. എവിടെ നമുക്ക് ഇമേജ് കിട്ടാൻ പോകുന്നത്? എഫിന്റെയും സിന്റെയും ഇടയിൽ. ദാറ്റ് മീൻസ് ഇവിടെ ഈ എഫിന്റെയും സിന്റെ ഇടയിലായിരിക്കും നമുക്ക് ഇമേജ് കിട്ടാൻ പോകുന്നത്. ആ ഇമേജും എങ്ങനെ തന്നെ ആയിരിക്കും? ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ നേച്ചറോ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് ഫോം ചെയ്തിട്ടുണ്ട്, പക്ഷെ എങ്ങനെ തന്നെയാണ്? തലകുത്തനെയാണ്, ഇൻവേർട്ടഡ് ഇമേജ് ആണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് അറ്റ് സി. സിയിൽ കൊണ്ടുവച്ചേ. അടുത്തത് ഞാൻ ഒബ്ജക്റ്റ് വെക്കുന്നത് എവിടെയാണ്? സിയിലാണ് ഞാൻ ഒബ്ജക്റ്റിനെ വെക്കണേ. സിയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ എന്താ സംഭവിക്കുക? സിയിൽ തന്നെ ഞാൻ സിയിൽ തന്നെ ഫോം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇമേജ് എന്ത് ചെയ്യും? സിയിൽ തന്നെ ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ സിയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ സിയിൽ തന്നെ ഇമേജ് ഫോം ചെയ്യും. ആൻഡ് സൈസ് എങ്ങനെയായിരിക്കും? ഒരേ സൈസിലായിരിക്കും. സിയിൽ തന്നെ ഫോം ചെയ്യുള്ളൂ, ഞാൻ അതേ വലുപ്പത്തിലേ തന്നെ ഇരിക്കുള്ളൂ, ഒരേ വലുപ്പത്തിൽ തന്നെ ഫോം ചെയ്യുള്ളൂ, സെയിം സൈസും ആയിരിക്കും. നേച്ചർ എങ്ങനെയാണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയൽ ഉള്ള ഇമേജ് ആയിരിക്കും, തല കുത്തനെയുള്ള ഇമേജും ആയിരിക്കും. ഇനി അടുത്തത് എന്താണ്? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സിന്റെയും എഫിന്റെയും ഇടയിൽ. നെക്സ്റ്റ് എവിടെയാണ്? സിയും എഫ് ഇവിടെ ഉണ്ട്, ഇവരുടെ ഇടയിലാണ് അടുത്തത് ഞാൻ ഒബ്ജക്റ്റിനെ വെക്കണേ. അവിടെ ഒബ്ജക്റ്റിനെ വെച്ചാൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്തത്? സിക്ക് അപ്പുറം ഈ ഭാഗത്തായിട്ട്, ഇവിടെ ആയിട്ടാണ് ഇമേജ്. ഈ ഭാഗത്തായിട്ട് സി ഇവിടെയാണ്, സിക്ക് അപ്പുറം ബിയോണ്ട് സി എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് ഇമേജ് ഫോം ചെയ്തത്. എങ്ങനത്തെ ഇമേജ് ആണ് ഇവിടെ? എൻലാർജ്ഡ് ഇമേജ്, വലിപ്പം കൂടിയ ഇമേജ് ആണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നേച്ചറോ? നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ അറ്റ് എഫ്. എഫിൽ കൊണ്ടുവയ്ക്കാന്ന് വിചാരിക്കും. ഞാൻ ഇവിടെ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൊണ്ട് ഒബ്ജക്റ്റ് വെച്ചു. ഇൻഫിനിറ്റിയിലാണ് എന്റെ ഇമേജിന്റെ പൊസിഷൻ. ഇൻഫിനിറ്റിയിൽ അങ്ങ് അകലെയാണ് എന്റെ ഇമേജ് ഫോം ചെയ്തത്. അതിന്റെ സൈസോ അല്ലെങ്കിൽ നേച്ചറോ ഒന്നും നമുക്ക് എങ്ങനെയാണ്? നമുക്ക് അതിനെ അവിടെ പോയി നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനിയിപ്പോ അടുത്തതെന്ന് പറയുന്നത് ബിറ്റ്വീൻ പി ആൻഡ് എഫ്. ഇനി പിന്റെയും എഫിന്റെ ഇടയിൽ, പോൾ എവിടെയാണെന്ന് നമുക്കറിയാം, പോളിന്റെ പൊസിഷൻ ഇവിടെയാണ്. അപ്പൊ ഈ പിന്റെയും എഫിന്റെയും ഇടയിലാണ് ഞാൻ എന്ത് വെക്കുന്നത്? എന്റെ ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ എനിക്ക് ഇമേജ് എവിടെ ഫോം ചെയ്യുന്നുണ്ടാവുക? എന്റെ മിററിന്റെ പുറകിലായിട്ടാണ് എനിക്ക് എന്ത് ഫോം ചെയ്യാം? ഇമേജ്. ബിഹൈൻഡ് ദ മിറർ ആണ് ഇമേജ് ഫോം ചെയ്യാം. അതുപോലെ തന്നെ ഇമേജിന്റെ സൈസ് എങ്ങനെയായിരിക്കും? വലിയ ഇമേജ് ആയിരിക്കും, എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. അതുപോലെ അതിന്റെ നേച്ചർ എന്താ? വെർച്വൽ ആൻഡ് ഡിറക്റ്റ്. എങ്ങനെയാണ്? റിയൽ ആയിട്ടുള്ള ഒന്നല്ല അവിടെ ഫോം ചെയ്തിട്ടുള്ളത്, വെർച്വൽ ആണ്. റിയൽ അല്ല, വെർച്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോന്നലാണ് അവിടെ ഒരു ഇമേജ് ഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ ഇറക്റ്റ് ആണ്, നേരെയുള്ള ഇമേജ് ആണ്, തല കുത്തനെ ഉള്ളതല്ല. ഇനി ജനറലി നിങ്ങൾക്ക് ഈ സൈസ് ഓഫ് ദ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഏറ്റവും അകലെ അങ്ങ് ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോൾ കുഞ്ഞു വലിപ്പമായിരുന്നത്, കാണാൻ പറ്റാത്ത ഒരു പൊടി കുത്തായിരുന്നത്, പിന്നെ നീക്കി 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 വന്നു കഴിഞ്ഞപ്പോ എന്തായി? നമ്മുടെ പിന്റെ എഫിന്റെ അവിടെ എത്തിയപ്പോഴേക്കും നമുക്ക് എൻലാർജ്ഡ് ഇമേജ് കിട്ടിയല്ലേ? അതുപോലെ തന്നെ ഈ കോൺകേവ് മിററിന്റെ ഒരു കേസിൽ നമുക്ക് വെർച്വൽ ആൻഡ് ഇറക്റ്റും കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാ കേസിലും നേച്ചർ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരുന്നെങ്കിലും ഒരൊറ്റ കേസിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നേരെയുള്ള ഇമേജും നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി അടുത്തത് നമുക്ക് അതിന്റെ റേ ഡയഗ്രാംസ് ഒന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ കേസുകൾ തന്നെ സെയിം റേ ഡയഗ്രാംസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ആദ്യത്തത് നോക്കി, നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചിട്ടുള്ളത് എവിടെയാണ്? പൊസിഷൻ കൊടുത്തിട്ടുണ്ട്, ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റിനെ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിന്ന് ഈ പാരലൽ റേ ഞാൻ പറഞ്ഞു, ഏറ്റവും അകലെ വെക്കുന്ന, ഇൻഫിനിറ്റിയിൽ വെക്കുന്നതെന്ന് വരുന്ന റേസ് എങ്ങനെയായിരിക്കും? പാരലൽ റേസ് ആയിരിക്കും. ഡോട്ടഡ് ലൈൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പാരലൽ റേസ് വന്നു, റിഫ്ലക്ഷന് ശേഷം അവർ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെയാണ് കടന്നു പോവുക. ആ റൂള് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചിട്ടുള്ളൂ അല്ലെ? പാരലൽ ആയിട്ട് വരുന്നത് ആഫ്റ്റർ റിഫ്ലക്ഷൻ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നുപോയി. അങ്ങനെ നമ്മൾ 2-3 റേ കൺസിഡർ ചെയ്തപ്പോൾ അവരെല്ലാവരും പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അവർ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് എന്റെ ഇമേജ്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്തത്. അത് പോയിന്റ് സൈസ്ഡ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി രണ്ടാമത്തെ കേസ് ഞാൻ എവിടെ വെച്ചിട്ടുള്ളത്? ഒബ്ജക്റ്റിന്. ഇതാണ് എന്റെ ഒബ്ജക്റ്റിനെ വെച്ചിട്ടുള്ളത് ബിയോണ്ട് സി, സിക്ക് അപ്പുറമാണ് വെച്ചിട്ടുള്ളത്. അതിന്ന് ആദ്യത്തെ റേ പോകുന്നത് നോക്കി, ആദ്യം പാരലൽ റേ പോയി, അത് റിഫ്ലക്ട് ചെയ്തിട്ട് പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നുപോയി. രണ്ടാമത് ഞാൻ കൺസിഡർ ചെയ്യുന്ന റേ ഏതാണ്? സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പോകുന്ന റേ സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ തന്നെ റിട്ടേൺ ചെയ്യും. ആ 2 റേസ് ആണ് ഞാൻ ഇവിടെ എടുത്തോട്ടുള്ളത്. അവർ രണ്ടുപേരും കൂടെ എവിടെയാണ് ഇന്റർസെക്ട് ചെയ്തത്? സിക്കും എഫിനും ഇടയിൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു പോയിന്റിൽ അവർ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടി. അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിന് താഴേക്ക് ഒരു നമ്മുടെ ഇമേജിനെ വരച്ചു. ഇമേജ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് അറിയാം, ഒരു കുഞ്ഞ് ഇമേജ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ? അതും തല കുത്തനെയുള്ള ഇമേജ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ സി ആണ് സ്പെഷ്യൽ അല്ലേ? കാരണം എന്താ? സിയിൽ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചു, സിയിൽ തന്നെ നമ്മുടെ ഇമേജും ഫോം ചെയ്തു. പക്ഷെ കൺസിഡർ ചെയ്ത റേ നോക്ക്, ആദ്യം പാരലൽ ആയിട്ടുള്ള റേ വന്നു, പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നുപോയി. രണ്ടാമത് പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നു പോയ റേ റിഫ്ലക്ട് ചെയ്തിട്ട് എങ്ങനെ പോയി? പാരലൽ ആയിട്ട് എമർജ് ചെയ്തു. അപ്പൊ പാരലൽ ആയിട്ട് വന്ന റേ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നുപോയി. ഇത് രണ്ടാമത് പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നുപോയ റേ എങ്ങനെ എമർജ് ചെയ്തു? പാരലൽ ആയിട്ട് എമർജ് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഇത്?
അപ്പോൾ അതിന്റെ ഇമേജ് അത് രണ്ടും കൂടെ കൂട്ടിമുട്ടിയത് ഈ സി എന്ന് പറഞ്ഞ പോയിന്റിൽ തന്നെയാണ്. ഇവിടെ രണ്ട് റേയും കൂടെ ഇവിടെ കൂട്ടിമുട്ടണ കണ്ടില്ലേ? അവിടുന്ന് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസിന്റെ അവിടെ താഴേക്ക് ഇമേജ് വരച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ ഇമേജ്. സെയിം സൈസ് ആണെന്ന് പറഞ്ഞല്ലേ, ഒബ്ജക്റ്റിന്റെ അതേ സൈസും അതേ പൊസിഷനിൽ ഇൻവേർട്ടഡ് ആയിട്ടാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റിനെ ഞാൻ വെക്കുന്നത് എവിടെയാണ്? സിക്കും എഫിനും ഇടയിലാണ് ഞാൻ എന്തിനെ വെക്കുന്നത്? നമ്മുടെ ഒബ്ജക്റ്റിനെ വെക്കുന്നത്. ഒബ്ജക്റ്റിനെ വെച്ചു. റേസ് എങ്ങനെയാ പോകുന്നതെന്ന് നോക്ക് നിങ്ങൾ. പാരലൽ റേ വന്നു, അത് റിഫ്ലക്ട് ചെയ്തിട്ട് പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നുപോയി. രണ്ടാമത്തെ റേ ആയതാണ് സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ വന്ന് സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ തന്നെ കടന്നുപോയി. ഇനി ഇവർ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ സിക്ക് അപ്പുറം ഒരു പോയിന്റിൽ അല്ലെ, ബിയോണ്ട് സിയിൽ ഒരു പോയിന്റിലാണ്. അതും എങ്ങനെയാണ്? ഒബ്ജക്റ്റ് ഇവിടെ കുഞ്ഞു പിക്കിരി ആയിരുന്നു അല്ലെ, ഇവിടെ വന്നപ്പോ എന്ത് സംഭവിച്ചു? നല്ല വലിയൊരു ഇമേജ് നമുക്ക് കിട്ടി അല്ലെ. ഒബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ എന്ത് വലിയ ഇമേജ് നമ്മുടെ അല്ലെ, ഭയങ്കര വലുതൊന്നല്ല, എന്നാലും വലുതാണല്ലേ, വലുതാണ്, കൺസിഡറബിളി ലാർജർ സൈസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എൻലാർജ്ഡ് ഇമേജ് ആണ്. അതുപോലെ തന്നെ എന്താണ്? ഇൻവേർട്ടഡ് ഇമേജ് ആണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഈ എല്ലാ കേസിലും ഇമേജ് ഇവിടെയാണ് ഇമേജ് ഇവിടെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ കൺസിഡർ ചെയ്ത രണ്ട് റേസും കൂടെ കൂട്ടിമുട്ടിയ പോയിന്റ് എവിടെയാണ്, കൂട്ടിമുട്ടിയ പോയിന്റ് എവിടെയാണെന്ന് ചോദിച്ചു അല്ലെ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെയാണ് കൂട്ടിമുട്ടിയത്, അപ്പൊ ഇവിടെ ഇമേജ് വന്നു എന്ന് പറഞ്ഞല്ലേ. അപ്പൊ റിയൽ ഇമേജ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണ്? നമ്മൾ പരിഗണിച്ചിട്ടുള്ള കൺസിഡർ ചെയ്തിട്ടുള്ള റേകള് തമ്മിൽ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്, മീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിയൽ ആയിട്ട് അവർ മീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഇമേജസിനെയാണ് നമ്മൾ റിയൽ ഇമേജസ് എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് നോക്ക്. അവിടെ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചിട്ടുള്ളത് പ്രിൻസിപ്പൽ ഫോക്കസിലാണ്. അപ്പൊ ഫസ്റ്റ് റേ എന്ന് പറഞ്ഞത് പാരലൽ ആയിട്ടുള്ള റേ എടുത്തു, അത് റിഫ്ലക്ട് ചെയ്ത് ഇതിൽ കൂടെ പോയി പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നുപോയി. നെക്സ്റ്റ് സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ ഉള്ള റേ എടുത്തു, സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ തന്നെ അത് കടന്നുപോയി. ഇവർ എവിടെയും മീറ്റ് ചെയ്യണില്ല, ഇങ്ങനെ നീണ്ട് എങ്ങോട്ടോ പോയി. അപ്പൊ നമുക്ക് അസ്യൂം ചെയ്യാം അവരെന്ത് ചെയ്തു? ഇൻഫിനിറ്റിയിൽ മീറ്റ് ചെയ്തു, വളരെ ദൂരെ എവിടെയോ ഇവർ മീറ്റ് ചെയ്തു. അതിന്റെ സൈസോ നേച്ചറോ ഒക്കെ നമുക്ക് അറിയില്ല, കാരണം അത് വളരെ ദൂരെ നമ്മുടെ ദൃഷ്ടി, നമ്മളെ കണ്ണെത്തുന്നതിന് അകലെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, എഫിന്റെയും പിന്റെയും ഇടയിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചിട്ടുള്ളത്. എഫിന്റെയും പിന്റെയും ഇടയിൽ ഇവിടെ നമുക്ക് കാണാം, എഫിന്റെയും പിന്റെയും ഇടയിൽ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചു. റേ കൺസിഡർ ചെയ്തിട്ടുള്ളത് നോക്കി, ഒബ്ലിക്കലി ഇൻസിഡന്റ് ചെയ്യുന്ന, നമ്മൾ നാലാമത് പറഞ്ഞിട്ടല്ലേ ഒബ്ലിക്കലി ഇൻസിഡന്റ് ചെയ്യുന്ന റേ, അതുപോലെ ഒബ്ലിക്കലി തന്നെ റിഫ്ലക്ട് ചെയ്ത് പോയി. സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ കടന്നു പോയ റേ സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ തന്നെ റിഫ്ലക്ട് ചെയ്ത് പോയി. ഇവർ രണ്ടുപേരും എവിടെയും റിയലി നമുക്ക് എവിടെയും മീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഡോട്ടഡ് ലൈൻ, സെന്റർ ഓഫ് കർവേച്ചറി എന്നുള്ളതിനെ ഞാൻ പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഒബ്ലിക്കലി ഇൻസിഡന്റ് ചെയ്ത് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന റേനെ ഞാൻ പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതായി കണ്ടു. എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ കേട്ടോ, മീറ്റ് ചെയ്യുന്നതായി കണ്ടു. അപ്പൊ അവിടെ നമ്മുടെ ഇമേജ് ഫോം ചെയ്തു. ആ ഇമേജ് ഇവിടെ എന്താണ്? റിയൽ ആയിട്ട് അവര് നമ്മൾ ഈ രണ്ട് റേ റിഫ്ലക്ട് ചെയ്തത് മീറ്റ് ചെയ്യുന്നില്ല അല്ലെ, പക്ഷെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ അവർ പുറകിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കേസിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു മിനിറ്റ്, വെർച്വൽ ഇമേജസ്. എന്ത്? വെർച്വൽ ഇമേജസ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ കേസിൽ ഇമേജ് വെർച്വൽ ആണ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് ലാർജും ആണ്. അപ്പൊ ഇതാണ് ഒരു കോൺകേവ് മിററിന്റെ കേസിലെ 6 ഇമേജ് ഫോർമേഷൻ നമുക്ക് പഠിക്കാനുള്ള റേ ഡയഗ്രാംസ്. ഇനി അടുത്തത് എന്തൊക്കെയാണ് ഈ കോൺകേവ് മിററിന്റെ യൂസസ് എന്നാണ് നമ്മൾ പറയുന്നത്. കോൺകേവ് മിററിന്റെ യൂസസ് എങ്ങനെയാണ്? കോമൺലി അവരെവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? അവർ യൂസ് ചെയ്യുന്നത് ടോർച്ചുകളാണ്. ഇത് കോൺകേവ് മിററിന്റെ യൂസസ് പറയുമ്പോഴേ കോൺകേവ് മിററിന്റെ ഓരോ പ്രോപ്പർട്ടീസ് ആണ് അവിടെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രോപ്പർട്ടിയാണ് ഓരോ യൂസിലും നമ്മൾ ഉപയോഗിക്കുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നോക്ക് നിങ്ങൾ. മിററിൽ കോൺകേവ് മിറർ യൂസ് ചെയ്യുന്ന ടോർച്ചസില്, സെർച്ച് ലൈറ്റില്, വെഹിക്കിൾസിന്റെ ഹെഡ് ലൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നും കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? പവർഫുൾ ആയിട്ടുള്ള പാരലൽ ബീംസിനെ കൊടുക്കാനായിട്ട് കോൺകേവ് മിറേഴ്സിന് പറ്റും. അപ്പൊ കോൺകേവ് മിറേഴ്സിന് നല്ല ശക്തിയുള്ള പാരലൽ ബീംസിനെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഈ കോൺകേവ് മിറേഴ്സിൽ അല്ലെങ്കിൽ ഈ ടോർച്ചസില്, സെർച്ച് ലൈറ്റ്സിൽ, അതുപോലെ തന്നെ വെഹിക്കിൾ ഹെഡ് ലൈറ്റ്സിലൊക്കെ നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്? കോൺകേവ് മിറേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഷേവിംഗ് മിറർ ആയിട്ട് നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ, നമ്മളല്ല ഷേവ് ചെയ്യുന്നവര് എന്താണ്, മുഖം, ഫേസ്, പ്രത്യേകിച്ച് പെർട്ടിക്കുലർലി നമ്മുടെ ഫേസ് ഷേവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ മുഖത്ത് മുറിയാതെയൊക്കെ നോക്കണം അല്ലെ. അപ്പൊ കുഞ്ഞു കുഞ്ഞു രോമങ്ങളൊക്കെ ഉള്ളത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് മുഖം നല്ല സൂം ചെയ്ത് നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ കറക്റ്റ് ഹെയർ എവിടെയുള്ളത് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അങ്ങനെ കാണാൻ പറ്റണമെങ്കിൽ നമുക്ക് കോൺകേവ് മിറേഴ്സ് യൂസ് ചെയ്യാം. കാരണം കോൺകേവ് മിറേഴ്സിന്റെ പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിച്ചു, സൈസ് ഓഫ് ദ ഇമേജ് ചില കേസിലൊക്കെ ലാർജർ ഇമേജസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. പ്ലെയിൻ മിറർ എങ്ങനെയാ? സെയിം ഇമേജാ ഫോം ചെയ്യുന്നത്, ഒരേ വലിപ്പമാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ കോൺകേവ് മിറർ യൂസ് ചെയ്യുകയാണെങ്കിൽ
അതിന്റെ പെർട്ടിക്കുലർ ചില കേസുകളിൽ ലാർജർ ഇമേജസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാം. ഷേവിംഗ് മിറർ ആയിട്ട് ലാർജർ ഇമേജസ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് കോൺകേവ് മിറേഴ്സിനെ യൂസ് ചെയ്യുന്നത്. ഇനി ദന്തിസ്റ്റുകളും യൂസ് ചെയ്യുന്നുണ്ട്. അവർക്കും പേഷ്യൻസിന്റെ മുഖത്തിന് വായയുടെ ലാർജർ ഇമേജസ് കിട്ടണം. അപ്പൊ അവരും എന്ത് യൂസ് ചെയ്യാണ്? കോൺകേവ് മിറേഴ്സ് യൂസ് ചെയ്യാണ്. ഇനി ലാർജർ കോൺകേവ് മിറേഴ്സ് പിന്നെ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സൺലൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സൺലൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ അവര് സോളാർ ഫർണേസുകളിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺകേവ് മിറേഴ്സിന് സൺലൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവർ സോളാർ ഫർണേസുകളിൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? സോളാർ ഫർണേസുകളിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ലാർജ് കോൺകേവ് മിറേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഇമേജ് ഫോർമേഷൻ ബൈ എ കോൺവെക്സ് മിറർ. ഒരു കോൺവെക്സ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. നേരത്തെ നമ്മൾ കോൺകേവിന്റെ പഠിച്ചല്ലേ. കോൺവെക്സ് മിറർ സിമ്പിൾ ആണ്. രണ്ട് കേസുകളുള്ളൂ. ആദ്യത്തത് ഒബ്ജക്റ്റിന് നമ്മൾ ഇൻഫിനിറ്റിയിൽ വെച്ചു, ഒത്തിരി അകലെ വെച്ചു. ഇപ്പൊ നമ്മുടെ കോൺവെക്സ് മിറർ ഇതാന്ന് വിചാരിക്കുക. ഞാൻ എവിടെയാ കൊണ്ടുവച്ചത്? ഒത്തിരി അകലെയാണ് വെച്ചത്. അകലെ എവിടെയോ ആണ് വെച്ചിട്ടുള്ളത് എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. ഞാൻ അകലെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് എന്റെ ഒബ്ജക്റ്റിനെ എന്ന് വിചാരിക്കാം. കോൺവെക്സ് മിറർ ആണ്. ഇമേജ് അത്ര പെർഫെക്റ്റ് അല്ല. അപ്പൊ പൊസിഷൻ ഓഫ് ദ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ഇമേജ് പെർഫെക്റ്റ്, ഞാൻ വരച്ച ഇമേജ് പെർഫെക്റ്റ് അല്ല എന്നാണ് പറഞ്ഞത്. പൊസിഷൻ ഓഫ് ദ ഇമേജ് എവിടെയാ ഫോം ചെയ്യുന്നുണ്ടാവുക? ഒബ്ജക്റ്റിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? ഇമേജ് ഫോം ചെയ്യുന്നത് ഫോക്കസിലാണ്. അത് എവിടെയാണ്? അതും ബിഹൈൻഡ് ദ മിറർ ആണ്. ബിഹൈൻഡ് ദ മിറർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണല്ലേ? അയ്യോ ഒരു മിനിറ്റ്, ഇതാണ് ഇങ്ങനെ വരച്ചു, സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. കാരണം ഇതിന്റെ ഫോക്കസ് വരുന്നത് ഒബ്വിയസ്ലി ഇവിടെയാണല്ലേ. അപ്പൊ എന്താണ്? നമ്മുടെ ഒബ്ജക്റ്റിനെ ഇവിടെ ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോൾ ഫോക്കസിൽ ഇമേജ് ഫോം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇതാണെങ്കിൽ കൂടെ ഇമേജ് ഫോം ചെയ്യുന്നത് ബിഹൈൻഡ് ദ മിറർ ആണ്. ഇനി അടുത്തത് സൈസ് ഓഫ് ദ ഇമേജ് എങ്ങനെയാണ്? സൈസ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് ഹൈലി ഡിമിനിഷ്ഡ് ആണ്, പോയിന്റ് സൈസ്ഡ് ആണ്. ഹൈലി ഡിമിനിഷ്ഡും ആണ്, പോയിന്റ് സൈസ്ഡും ആണ്. പക്ഷെ ചെറുതുമാണ്, കുത്തു പോലത്തെ ഒരു ഇമേജേ ഫോം ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ വെർച്വൽ ആൻഡ് ഡിറക്റ്റ് ആണ്. വെർച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു റേസ് എങ്ങും മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അവിടെ ആയിരിക്കും അതിന്റെ ഇമേജ് ഫോം ചെയ്യുന്നുണ്ടാവുക. ആ ഇമേജ് എങ്ങനെയായിരിക്കും? ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. നേരെയുള്ള ഇമേജ് ആണ് കോൺവെക്സ് മിറർ ഫോം ചെയ്യുക. ഇനി അടുത്തത് നിങ്ങൾ നോക്കിയേ, നെക്സ്റ്റ് കേസ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ദ പോൾ ഓഫ് ദ മിറർ. ഇൻഫിനിറ്റിയിലും പോളിന്റെയും ഇടയിൽ എവിടെ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചാലും, ഇൻഫിനിറ്റിയുടെയും പോളിന്റെയും ഇടയിൽ എവിടെ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചാലും ഇമേജ് നമുക്ക് എവിടെ ഫോം ചെയ്യുന്നുണ്ടാവുക? പോളിന്റെയും പ്രിൻസിപ്പൽ ഫോക്കസിന്റെ ഇടയിലായിരിക്കും. പോളിന്റെയും പ്രിൻസിപ്പൽ ഫോക്കസിന്റെയും ഇടയിലാണ് എന്ത് ഫോം ചെയ്യുന്നുണ്ടാവുക? ഇമേജ് ഫോം ചെയ്യുന്നുണ്ടാവുക. പോളിന്റെയും പ്രിൻസിപ്പൽ ഫോക്കസിന്റെ ഇടയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നുണ്ടാവുക. അതേ ഇമേജിന്റെ സൈസ് എങ്ങനെയായിരിക്കും? ഡിമിനിഷ്ഡ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ആൻഡ് നേച്ചർ എങ്ങനെയാണ്? വെർച്വൽ ആൻഡ് ഡിറക്റ്റ് ആയിരിക്കും. വെർച്വൽ ആൻഡ് ഡിറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് കോൺവെക്സ് മിററിന്റെ കേസിൽ. അതിന്റെ രണ്ട് ഇമേജസും ഇവിടെ നമുക്കുണ്ട്. ആദ്യത്തെ നിങ്ങൾ നോക്കി നോക്കൂ, ഇതാണ് ആദ്യത്തത്. ഒബ്ജക്റ്റിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ലൈറ്റ് റേസ് വരുന്നു, അവർ റിഫ്ലക്ട് ചെയ്യുന്നു, ഡൈവേർജ് ചെയ്ത് പോകുന്നു. റൈറ്റ് റേസ് വരുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു, ഡൈവേർജ് ചെയ്ത് പോകുന്നു. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പൊ ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോൾ ഒബ്ജക്റ്റ് ഫോം ചെയ്യുന്നത് പ്രിൻസിപ്പൽ ഫോക്കസിൽ ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും, വെർച്വൽ ആൻഡ് ഡിറക്റ്റ് ആയിരിക്കും. രണ്ടാമത്തെ കേസ് എവിടെ? ഇൻഫിനിറ്റിയുടെയും പോളിന്റെയും ഇടയിൽ എവിടെ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചാലും നമുക്ക് എന്താണ് കിട്ടുന്നുണ്ടാവുക? ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? സെന്റർ ഓഫ് കർവേച്ചറിൽ ആ ഡയറക്ഷനിൽ പോകുന്നവരെ അതിൽ കൂടെ തന്നെ റിഫ്ലക്ട് ചെയ്ത് പാക്ക് ചെയ്യും. അതാണ് ഇത്. ഇനി രണ്ടാമത് നമ്മൾ കൺസിഡർ ചെയ്യുന്നതോ പാരലൽ ആയിട്ട് വരുന്നവരെ എന്ത് ചെയ്തു? റിഫ്ലക്ട് ചെയ്ത് ഇതിൽ കൂടെ പോവാണ്, പ്രിൻസിപ്പൽ ഫോക്കസിന്റെ ഡയറക്ഷനിൽ റിഫ്ലക്ട് ചെയ്ത് പോവാന്ന് നമ്മൾ കണ്ടല്ലേ. അപ്പോൾ അതിന് നമ്മൾ പുറകിലേക്ക് രണ്ടിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ പോളിന്റെയും പ്രിൻസിപ്പൽ ഫോക്കസിന്റെ ഇടയിലാണ് ഈ രണ്ട് റേകളും മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഒരു കുട്ടി ഇമേജ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ തീരെ ചെറിയൊരു ഇമേജ് ആണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പൊ ഡിമിനിഷ്ഡ് ആണ്, പിന്നെ നേരെയുള്ളതാണ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ് നമുക്ക് പറയാം. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ് ഇമേജ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കോൺവെക്സ് മിററിന്റെ കുറച്ച് യൂസസ് ആണ്. എന്താണ് കോൺവെക്സ് മിററിന്റെ യൂസസ്? മെയിൻ ആയിട്ട് നോക്കാം. മെയിൻ ആയിട്ട് അതിനെ യൂസ് ചെയ്യുന്നത് റെയർ വ്യൂ മിറർ ആയിട്ടാണ്. റെയർ വ്യൂ മിറർ അല്ലെങ്കിൽ വിങ് മിറേഴ്സ്. നമുക്കറിയാം വണ്ടികൾക്ക് രണ്ട് ചെവി പോലെ ഫ്രണ്ടില് സൈഡിൽ രണ്ട് മിറേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മുടെ സ്കൂട്ടറിനായാലും കാറിനായാലും എന്ത് വണ്ടിക്കായാലും ഉണ്ടാവും രണ്ട് സൈഡിലും. അതിൽ ഡ്രൈവർ ചെക്ക് ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അല്ലേ. അപ്പൊ പ്രത്യേകിച്ച് ബസ്സുകൾ അങ്ങനത്തെ വണ്ടികളിലൊക്കെ പോകുമ്പോൾ വലിയ വണ്ടികളാണെങ്കിൽ അവർക്ക് സൈഡിലുള്ള ചെറിയ ചെറിയ വണ്ടികളൊക്കെ ലെഫ്റ്റ് സൈഡിൽ കൂടെ റൈറ്റ് സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ കാണാനായിട്ട് രണ്ട് സൈഡിലേക്ക് അവർ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ
ചെയ്യുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. അല്ലെങ്കിൽ നോർമലി വണ്ടിയിൽ എല്ലാവരും ശ്രദ്ധിക്കും അല്ലേ, 2 റിയർ വ്യൂ മിറേഴ്സിൽ. ആ 2 റിയർ വ്യൂ മിറേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് കോൺവെക്സ് മിറേഴ്സ് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് കോൺവെക്സ് മിറർ അവിടെ യൂസ് ചെയ്യാൻ കാരണം ഒരു ഡ്രൈവറിനെ ബെറ്റർ ആയിട്ട് അയാളുടെ പുറകിലുള്ള ട്രാഫിക്കിനെ കാണാൻ പറ്റുന്നതുകൊണ്ടാണ്. നമുക്കറിയാം കോൺവെക്സ് മിറേഴ്സിൽ ചെറിയ ഇമേജസ് ആണ് ഉണ്ടാവുക. അപ്പൊ എന്റെ പുറകിൽ ഒരു വലിയ ഏരിയ എനിക്ക് കവർ ചെയ്യാൻ പറ്റും. അതെല്ലാം ആ സൈസിൽ. ഇപ്പൊ ഒരു ലോറിയാണ് എന്റെ സ്കൂട്ടറിന്റെ പുറകിലുള്ളെങ്കിൽ ആ ലോറിനെ അതേ വലുപ്പത്തിൽ എന്റെ മിററിൽ കണ്ടാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. വേറെ ഒറ്റ വണ്ടി അതിൽ കാണാൻ പറ്റില്ല. പക്ഷെ ഇതിൽ കുഞ്ഞു ഇമേജ് ഫോം ഉള്ളത് കൊണ്ട് ലോറി മാത്രമല്ല ബാക്കി അവിടെയുള്ള ചെറിയ വാഹനങ്ങളെല്ലാം തന്നെ എനിക്ക് ആ മിററിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി കോൺവെക്സ് മിറേഴ്സ് ആർ പ്രിഫേർഡ് ബിക്കോസ് ദേ ആർ ഓൾവേസ് ദേ ഗിവ് ഇറക്റ്റ് ഇമേജ്. പിന്നെ തല കുത്തനെയുള്ള ലോറിയും തല കുത്തനെയുള്ള ബൈക്കും ഒക്കെയാണ് എനിക്ക് കിട്ടുന്നതെങ്കിലോ എനിക്ക് യൂസ്ഫുൾ അല്ല, കൺഫ്യൂസിങ് ആണല്ലേ അത്. എന്തിനാ വെറുതെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ? അപ്പൊ നമുക്ക് നേരെയുള്ളതും കിട്ടും, അതുപോലെ തന്നെ ചെറിയതായിട്ടുള്ളതും ഇമേജും കിട്ടും. അത് നമുക്ക് ഉപയോഗമാണ്. പിന്നെ വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ, ഒരുപാട് ഏരിയ എനിക്ക് കവർ ചെയ്യാൻ പറ്റും. അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മിറർ ആയതുകൊണ്ട് ഒരു വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ കൂടെ എനിക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ കോൺവെക്സ് മിറർ എനേബിൾ ദ ഡ്രൈവർ ടു വ്യൂ മച്ച് ലാർജർ ഏരിയ, ഒത്തിരി ഏരിയ കാണാനും ഹെൽപ്പ് ചെയ്യും പ്ലെയിൻ മിററിനേക്കാളും. പ്ലെയിൻ മിറർ വെക്കാം, അതും നേരെയുള്ള ഇമേജസ് തന്നെയാണ് കാണിക്കാം. പക്ഷെ ആ നേരെയുള്ള ഇമേജ് ആണെങ്കിലും അതിനെ നമ്മൾ ഒരേ വലിപ്പത്തിലുള്ള ഇമേജ് കാണുന്നതുകൊണ്ട് നമുക്ക് ഉപയോഗമില്ല. കാരണം കുറച്ച് ഒരു ഇത്തിരി സ്ഥലമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇത് പുറത്തേക്ക് ഉന്തി നിൽക്കുന്നത് കൊണ്ടും ചെറിയ ഇമേജുകളും നേരെയുള്ള ഇമേജുകളും കിട്ടുന്നതുകൊണ്ടും കോൺവെക്സ് മിറർ ആണ് ഉപയോഗിക്കുന്നത് ബെറ്റർ. ഇനി ഒരു കുറച്ച് ക്ലാസ്സിൽ ഒത്തിരി ആയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഈ ഒരു കുഞ്ഞു 2 കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ആണ്. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ പഠിക്കുമ്പോൾ നെഗറ്റീവ് എക്സ് ആക്സിസും പോസിറ്റീവ് എക്സ് ആക്സിസും നമ്മൾ നോർമലി എങ്ങനെ പഠിക്കുന്നുണ്ടാവും? ഇങ്ങനെയാണല്ലേ. ഇവിടെ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള എക്സ് ആക്സിസ് ഉണ്ടാവും, ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള എക്സ് ആക്സിസ് ഉണ്ടാവും, ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള വൈ ആക്സിസും ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള വൈ ആക്സിസും ഉണ്ടാവും. ഇത്രയും നമുക്ക് അറിയുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? സെയിം തന്നെയാണ്, പക്ഷെ ഇത് നമ്മുടെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ആണ്. നമ്മളൊരു മിറേഴ്സിന്റെ നമ്മൾ കോൺകേവ് കോൺവെക്സ് മിറേഴ്സ് എടുക്കുമ്പോൾ അതിൽ ഏതൊക്കെ ഡയറക്ഷനിൽ പോസിറ്റീവും ഏതൊക്കെ ഡയറക്ഷനിൽ നെഗറ്റീവും ഒക്കെ എടുക്കണമെന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇതാണിത്. അപ്പൊ നമ്മളുടെ മിറർ ഇതെടുത്തു. മിറർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യുന്ന, പക്ഷെ മിററിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യുന്ന ലെങ്ത്തുകളെല്ലാം എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി റൈറ്റിലേക്ക് മെഷർ ചെയ്യുന്ന ലെങ്ത്തുകളൊക്കെ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി മേലേക്ക് മെഷർ ചെയ്യുന്നതോ, ഹൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്യുന്നത്, അതിപ്പോൾ ലെഫ്റ്റ് സൈഡിലാണെങ്കിലും റൈറ്റ് സൈഡിലാണെങ്കിലും മേലേക്ക് മെഷർ ചെയ്യുന്ന ലെങ്ത്തുകളൊക്കെ പോസിറ്റീവ് ആയിരിക്കും. താഴേക്ക് മെഷർ ചെയ്യുന്ന ലെങ്ത്തുകളൊക്കെ റൈറ്റ് സൈഡിലാണെങ്കിലും ലെഫ്റ്റ് സൈഡിലാണെങ്കിലും താഴേക്ക് മെഷർ ചെയ്യുന്ന ലെങ്ത്തുകളൊക്കെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളുടെ സെയിം ഈ ഒരു സാധനം തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനെ ഞാൻ വരയ്ക്കാണ്. ഇവിടെ ഞാൻ ഇങ്ങോട്ടേക്ക് എന്തെടുത്താലും ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. ഇനി മുകളിലേക്ക് വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ മുകളിലേക്ക് വരച്ചാൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നതോ നെഗറ്റീവ് ആയിരിക്കും അല്ലെ. ഇനി താഴേക്കുള്ളതാണെങ്കിലോ താഴേക്ക് ഞാൻ 2 കൊടുത്ത് വരച്ചാലും അതിന് നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കാം. കാരണം ഇത് നമ്മുടെ നെഗറ്റീവ് വൈ ആക്സിസും നമ്മുടെ പോസിറ്റീവ് വൈ ആക്സിസും ആണ്. ഇവിടെ പോസിറ്റീവ് എക്സ് ആക്സിസും പോസിറ്റീവ് വൈ ആക്സിസും ആണ്. അത് തന്നെയാണ് ഈ സെയിം ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനിൽ നമ്മൾ പറയുന്നത്. ഇനി മിറർ ഫോർമുല ആൻഡ് മാഗ്നിഫിക്കേഷൻ. ഒരു സ്പെറിക്കൽ മിററിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് യു എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഇനി അടുത്തത് ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോളിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഇമേജ് ഡിസ്റ്റൻസ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് ലെറ്റർ വെച്ചിട്ടാണ്? വി എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഇനി ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പ്രിൻസിപ്പൽ ഫോക്കസും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഫോക്കസും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോക്കൽ ലെങ്ത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ എഫ് ആണ്. ഇനി ഇവര് 3 തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതാണ് നമ്മളുടെ മിറർ ഫോർമുല എന്ന് പറയുന്നത്. അതെന്താണ് റിലേഷൻഷിപ്പ്? 1/v plus 1/u is equal to 1/f. 1/f എന്ന് പറഞ്ഞാൽ എന്താണ്? 1/v plus 1/u ആണ്. ഇതാണ് നമ്മളുടെ മിറർ ഫോർമുല എന്ന് പറയുന്നത്. ഇനി അടുത്തത് മാഗ്നിഫിക്കേഷൻ. നോർമലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനത്തിന് നമുക്ക് വലുതാക്കിയോ അതിന്റെ ഒറിജിനൽ സൈസ് അല്ലാതെ അതിന്റെ വലുപ്പത്തിൽ വ്യത്യാസം വരുത്തി നമ്മൾ കാണുന്നതിനെയാണ് ഈ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. പ്രൊഡ്യൂസ്ഡ് ബൈ എ സ്പെറിക്കൽ മിറർ gives the relative extent to which the image of the object is magnified. ഒരു ഒബ്ജക്റ്റിനെ വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റ് അതിന്റെ ഇമേജിന് എത്ര കണ്ട് മാറ്റം വന്നിട്ടുണ്ട്.
അതിന്റെ സൈസിൽ എത്ര കണ്ട് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിന്റെ സൈസ്, ഇത് ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ആ ഒബ്ജക്റ്റിന്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഇമേജിന് എത്ര കണ്ട് രൂപത്തില്, വലിപ്പത്തില് മാറ്റം വന്നിട്ടുണ്ട്, അതിനെയാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ മാഗ്നിഫിക്കേഷനെ നമ്മൾ സ്മോൾ ലെറ്റർ എന്ന് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അതൊരു റേഷ്യോ ആണ് ശരിക്കും. ആ റേഷ്യോ എങ്ങനെയാണ്? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇമേജിന്റെ ഹൈറ്റിന് നമ്മൾ എച്ച് ഡാഷ് എന്നും ഒബ്ജക്റ്റിന്റെ ഹൈറ്റിന് നമ്മൾ എച്ച് എന്നും റെപ്രസെന്റ് ചെയ്യാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് എച്ച് ഡാഷ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എച്ച്. ആ റേഷ്യോനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്, എച്ച് ഡാഷ് ബൈ എച്ച്. ഇനി മാഗ്നിഫിക്കേഷൻ നമ്മുടെ വി യു, ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസ് ആയ വിയും ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആയിട്ടുള്ള യുവും വെച്ചിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം. അതെങ്ങനെയാണ്? മൈനസ് വി ബൈ യു എന്നുള്ളത് ആണ് ആ റിലേഷൻഷിപ്പ്. അപ്പൊ ഇങ്ങനെ നമുക്ക് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എച്ച് ഡാഷ് ബൈ എച്ച് ആണ്. അത് മാത്രല്ല എന്തും കൂടിയാണ്? മൈനസ് വി ബൈ യു ആണ്. അപ്പൊ നമുക്ക് എച്ച് ഡാഷ് ബൈ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു എന്നുള്ളൊരു റിലേഷൻഷിപ്പ് ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നമുക്ക് നെഗറ്റീവ് സൈൻ കിട്ടിയെന്ന് വിചാരിക്കാം. ഒരു -2 നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അതിന്റെ അർത്ഥം എന്താണ്? ഇമേജ് ഫോം ചെയ്തത് റിയൽ ആണെന്നാണ് അർത്ഥം. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് റിയൽ ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ ആയിരിക്കും. ഓക്കെ, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് റിയൽ ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് എന്ന് പറയുന്നത് വെർച്വലും ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമന്റ് ആയിട്ട് ഇട്ടോളൂ. താങ്ക് യു.